വാട്സാപ്പിന്റെ സിഇഒ ആയിട്ട് ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ ഫൗണ്ടർ ആയിട്ടുള്ള കുണാൽ ഷാ ആയിരിക്കും. ശരിക്കും ആരാണ് ഈ കുണാൽ ഷാ? ഒരു IIMോ അല്ലെങ്കിൽ IIT ടാഗോ ഇല്ലാത്ത ഒരു സാധാരണ ഫിലോസഫി ഡിഗ്രി മാത്രമുള്ള വ്യക്തി. എന്നിട്ടും എന്തുകൊണ്ട് മെറ്റ കുണാൽ ഷാനെ സിഇഒ ആക്കുന്നു? 2010 റീചാർജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഫ്രീ ചാർജ്, കുണാൽ ഷായുടെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ്. പിന്നീട് 2015 കുണാൽ അത് വിൽക്കുകയും 2018 ആയപ്പോഴത്തേക്കും ക്രെഡ് തുടങ്ങുകയും ചെയ്തു. ഇത് കൂടാതെ 250ഓളം സ്റ്റാർട്ടപ്പിൽ കുണാൽ ഷാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡ് പോലൊരു ഫിൻടെക് സ്റ്റാർട്ടപ്പ് ഇന്ന് ഏതാണ്ട് 4 ബില്യൺ വാല്യൂഷൻ എത്തിയിരിക്കുന്നു. അതിൽ 900 മില്യണോളം മെറ്റയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മെറ്റയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? വാട്സാപ്പിനെ വെറും ഒരു ചാറ്റിംഗ് ആപ്പിൽ നിന്നും ഓൾ ഇൻ വൺ ചാറ്റും പേയ്മെന്റും ഒരു AI ഒക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആപ്പാക്കി മാറ്റുക. വാട്സാപ്പിൽ പേയ്മെന്റ് ഫീച്ചേഴ്സ് ഒക്കെ വർഷങ്ങളായിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആരും അങ്ങനെ യൂസ് ആക്കാറില്ല. പക്ഷേ കുണാൽ ഷായെ പോലെ ഒരാൾക്ക് ഇന്ത്യയിലെ 500 മില്യൺ വാട്സാപ്പ് യൂസേഴ്സിന്റെ പൾസ് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 15 വർഷത്തെ എക്സ്പീരിയൻസും ക്രെഡ് പോലൊരു ഫിൻടെക്കിന്റെ സക്സസും വാട്സാപ്പിനെ ഒരു മികച്ച പേയ്മെന്റ് ആപ്പാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇനി IIT IIM ടാഗിനപ്പുറം നിങ്ങൾക്ക് എന്ത് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി ഒരു ഗ്ലോബൽ ലെവൽ സിഇഒയിലൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ എന്ത് തോന്നുന്നു? ഇന്നത്തെ കാലത്ത് ഇനി IIMോ IIT ഡിഗ്രിക്ക് അപ്പുറമാണോ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് അത് സക്സസ് ആക്കി കാണിക്കുന്നത്? കമന്റ് ചെയ്യുക.